പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കേരള സിലബസിനും CBSEക്കും രണ്ടുപേർക്കും വേണ്ട സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠമാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൗകര്യക്കുറവും മറ്റു കാരണങ്ങൾ പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ റൂമിൽ ഇത് സ്വന്തമായി എടുത്തതായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ കുറേ പരാധീനതകൾ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കം മുതൽ ഒന്നുകൂടി എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ പാഠം ഞാൻ എടുക്കുന്ന സമയത്ത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ വിശദീകരണം പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചോദ്യത്തിലേക്ക് പോയിക്കൊണ്ട് 10ാം ക്ലാസ് CBSEക്കും കേരളക്കും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിൽ നിന്നും വരാവുന്ന ഇമ്പോർട്ടൻറ്റും A+ലേക്കുള്ള ക്വസ്റ്റ്യൻ അടക്കം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പാഠം നമുക്കറിയാം സമാന്തര ശ്രേണി. എന്താണ് സമാന്തര ശ്രേണികൾ? ഒരു നമ്പർ സിസ്റ്റം, ഒരു നമ്പർ ശ്രേണി, നമ്പറുകളുടെ ശ്രേണി എഴുതി കഴിഞ്ഞാൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അതിന് സമാന്തര ശ്രേണി എന്ന് പറയുന്നു. വ്യത്യാസം തുല്യമല്ലെങ്കിൽ സമാന്തര ശ്രേണി അല്ല, നോട്ട് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഉദാഹരണം വെച്ച് നമുക്ക് നോക്കുക. 3, 7, 11 എക്സെട്ര. അതുപോലെ 5, 4, 3 എക്സെട്ര. 1, 1.5, 2, 2.5 എക്സെട്ര. 7, 8, 11, 13, 2 എക്സെട്ര. ഇത് നമുക്കറിയാം. ഒന്നാമത്തത് 3, 7, 11 തമ്മിലുള്ള വ്യത്യാസം 4ആണ്. 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസവും 7ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എല്ലാം തുല്യമായതുകൊണ്ട് അത് AP-യിലാണ്. രണ്ടാമത്തത് 5, 4, 3 ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് ഡിഫറൻസ് ഈസ് -1. -1 അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് അതും സമാന്തര ശ്രേണിയിലാണ്. അടുത്ത സംഖ്യ നമുക്കറിയാം 2 ആണ്, 1 ആണ്, 0 ആണ്, -1 ആണ്, എക്സെട്ര. 1, 1.5, 2, 2 അഥവാ ഒന്നിലൂടെ അര കൂട്ടി കഴിയുമ്പോൾ ഒരു അര കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഹാഫ് അത് AP-യാണ്. എന്നാൽ അവസാനത്തെ നോക്കുക 7, 8, 11, 13, 2 വ്യത്യാസം തുല്യമാണോ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് AP-യിലല്ല. അപ്പൊ എന്താണ് AP നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഒരു സംഖ്യാ ശ്രേണിയിൽ അതോ നമ്പർ സിസ്റ്റത്തിൽ തുടർച്ചയായ സംഖ്യകൾ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അതിന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് സീക്വൻസ് മലയാളത്തിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഇത് 10ാം ക്ലാസ് കേരളക്കും CBSEക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഫോർമുല എഴുതുന്ന സമയത്ത് മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കുക. നമുക്ക് നോക്കുക 3 dash 9, etc. 5 dash 13, etc. dash 9, 11, etc. ഈ മൂന്നെണ്ണം നമുക്ക് നോക്കുക. ഈ ഒന്നാമത്തത് എന്ന് പറയുന്നത് 2 ഡാഷാണ്. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്, സമാന്തര ശ്രേണിയിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യത്യാസം എത്രയാണ്? ആ ഡാഷ് എഴുതിയ സംഖ്യ കണ്ടുപിടിക്കുക. എത്ര ഡാഷ് ഉണ്ട് ഇവിടെ? 2 ഡാഷ്. അപ്പൊ അവസാനത്തെ സംഖ്യ അഥവാ ഈ 9ൽ നിന്നും 3 മൈനസ് ചെയ്യുക. അപ്പൊ ലഭിക്കുന്ന 3ആണ്. 9 - 3 = 6. എത്ര ഡാഷ് ഉണ്ട് അവിടെ? 2 ഡാഷ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് കൂട്ടി 3 ഡാഷ് ആക്കി 3 ആക്കുക. അപ്പൊ 6/3 9/3 = 2. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഡിഫറൻസ് വ്യത്യാസം 2 ആണ് എന്നുള്ളത്. അവസാനത്തെ സംഖ്യയിൽ നിന്നും ആദ്യത്തെ സംഖ്യ കുറച്ച് എത്ര ഡാഷ് ഉണ്ടോ അതിലൂടെ ഒന്ന് കൂട്ടി അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും അതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ 9ൽ നിന്ന് 3 കുറച്ച് 6 കെട്ടി 2 ഡാഷിലൂടെ ഒന്ന് കൂട്ടിയപ്പോൾ 3 ആയി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഹരിച്ചപ്പോൾ 6/3 2 കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 ആണ്. അപ്പൊ 3ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 5 ആണ്. അതിലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 7 ആണ്. അപ്പൊ 9 അടുത്ത സംഖ്യ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. കാരണം ഡിഫറൻസ് 2 ആണ്. 9ലൂടെ 2 കൂട്ടി അങ്ങനെ കൂട്ടി കൊണ്ടുപോവാം. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 5ഉം 13ഉം ആണ്. ഇടയ്ക്കൊരു ഡാഷ് ആണുള്ളത്. 13ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് എത്രയാണ് അറിയാം? എത്രയാണ്? 8. ശരിയല്ലേ?
ആ 8 എത്ര ഡാഷ് ഉണ്ട്? ഒരു ഡാഷിലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 2. അപ്പൊ 8നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ 4. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 4ആണ്. ഈ 4 എന്ന് പറഞ്ഞാൽ 5നും 13നും ഇടയ്ക്ക് ഒരു സംഖ്യ ഉണ്ട്. ആ 4ത്തെ സംഖ്യയിലൂടെ 4 കൂട്ടിയാൽ 5ലൂടെ 4 കൂട്ടിയാൽ ആ ഡാഷ് കിട്ടുന്നു. 5 4 9. അപ്പൊ അടുത്ത സംഖ്യ 4 കൂട്ടിയാൽ 13. അടുത്ത സംഖ്യ 4 കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്കറിയാം. ഇനി അടുത്ത സംഖ്യ ഡാഷ് 9 11. ഇത് വളരെ ഈസിയാണ്. നമുക്കറിയാം 9 11 AP-യിലാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്, സമാന്തര ശ്രേണിയിലാണ്. അപ്പൊ പൊതുവ്യത്യാസം തുല്യമാണ്. അപ്പൊ 9 11 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2ആണ്. നമുക്കറിയാം 9 10 11 2ആണ്. ആ 2 9 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നു. അഥവാ 7. 7 കൂടി 2 കൂട്ടി 9, 9 കൂടി 2 കൂട്ടി 11, 13 15 എക്സെട്ര. ശരിയല്ലേ? ഇതാണ് നമുക്ക് എക്സാമിന് കേരള സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ. അപ്പം നിർബന്ധമായും ഇത് പഠിക്കുക. CBSE ആയിട്ടില്ല ഞാൻ പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് മുതൽ CBSE ആവുന്നുണ്ട്. ഇതും CBSE വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കി ശരിക്കും നോക്കുക. അതിന് ശേഷം ഞാൻ അടുത്ത അതിൻ്റെ ഫോർമുല ഉണ്ടാക്കി തരാൻ പോവുകയാണ്. സൂത്രവാക്യങ്ങൾ ഇനി നമുക്ക് നോക്കുക എങ്ങനെ സൂത്രവാക്യം. നമുക്ക് ആദ്യ പദത്തിന് എഫ് എന്ന് പറയുന്നു. എന്നാൽ CBSE-യിൽ എ എന്ന് പറയുന്നു. ഫസ്റ്റ് ടേമിന്റെ ഫസ്റ്റ് ആൽഫബറ്റ് എഫ് എന്ന് എടുക്കുന്നു. പക്ഷെ CBSE പഠിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യത്തെ അക്ഷരമായി എ ഉപയോഗിക്കുന്നു. ആ ഒരു വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസം ഒന്നുമില്ല അതിൽ. അപ്പോൾ അതുപോലെ പൊതുവ്യത്യാസം ഫസ്റ്റ് ടേം പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ടി ആണ് ഉപയോഗിക്കുന്നത്. എത്രാമത്തെ പദാണോ അതിന് എൻ എന്ന് പറയുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ടേം എഫ് അഥവാ എ. സെക്കൻഡ് ടേം എഫിലൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയത്. അപ്പൊ തേർഡ് ടേമോ എഫിലൂടെ 2 പൊതുവ്യത്യാസം കൂട്ടിയത്. ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം മാത്രം. സെക്കൻഡ് ടേമിലൂടെ 1 കോമൺ ഡിഫറൻസ് കൂട്ടി. തേർഡ് ടേമിലൂടെ 2 കോമൺ ഡിഫറൻസ് കൂട്ടി. അപ്പൊ 10th ടേം ആണെങ്കിലോ എഫ് പ്ലസ് 9D. 1 കുറച്ചു, കാരണം 2 1 കുറച്ചപ്പോൾ 1 D കിട്ടി. 3 1 കുറച്ചപ്പോൾ 2 D കിട്ടി. 10 1 കുറച്ച് കഴിഞ്ഞാൽ 9D. അപ്പൊ നമുക്ക് നോക്കുക ഇവിടെ nth ടേം അഥവാ n-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കുട്ടികളെ നിങ്ങൾ നോക്കുക. n-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് AN എന്നാണ് പൊതുവെ അതിന് പറയുന്ന പേര്. nth ടേം n-ാം പദം എന്ന് പറയുന്നത് AN ആണ്. ആദ്യ പദം പ്ലസ് n-ൽ നിന്നും 1 കുറച്ചതിന്റെ D അഥവാ 10th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് F പ്ലസ് 10 - 1 into D. 10 - 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. പക്ഷേ nth ടേം എത്രയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് n - 1 into D എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒന്നും കൂടി പഠിക്കാം. SN എന്ന് പറയുന്ന സം ഓഫ് n ടേംസ് അഥവാ n പദങ്ങളുടെ തുക സമം n/2 into 2F plus n - 1 into D. ഈ രണ്ടെണ്ണം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോയി നമ്മൾ 2 ഫോർമുലയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതൊന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. രണ്ടാമത്തത് ഇതും ഒന്ന് പഠിക്കണം. n പദങ്ങളുടെ തുക സം ഓഫ് n ടേംസ് nth ടേം അഥവാ n-ാം പദം. ഈ 2 സൂത്രവാക്യങ്ങൾ നിങ്ങൾക്ക് വളരെ നിർബന്ധമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമായും പഠിക്കണം. ഇതിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 13 മാർക്ക് ചോദ്യം വരുന്നുണ്ട്.
ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 13 മാർക്കും വാങ്ങാൻ ശരാശരി കുട്ടികൾക്ക്, അല്ലാത്ത കുട്ടികൾക്കും ഒരു 9, 10, 8 മാർക്ക് തീർച്ചയായിട്ടും വാങ്ങാം. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അത് നോക്കുക, നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ അത് വായിക്കട്ടെ. എന്നിട്ട് നമുക്ക് വേറെ 1-2 ഫോർമുലയും കൂടി ചെയ്യാണ്ട്. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുട്ടികളെ ഒന്ന് കൂടി നോക്കുക. നമുക്ക് ഒന്നാമത്തെ സബ് ഫോർമുലയാണ്. ഇതിന് നിർബന്ധമായിട്ടില്ല, പക്ഷെ എന്നാലും നിർബന്ധവുമാണ് എന്ന് പറഞ്ഞ് 3 ഫോർമുല കൂടി ഉണ്ട്. ഒന്നാമത്തെ നോക്കുക, 1 + 2 + 3 + എക്സെട്രാ പ്ലസ് 100, അല്ലെങ്കിൽ 100 വേണ്ട, ഒരു 70 എത്ര? ഇത് 70-ന് പകരം നമുക്ക് n എന്ന് എടുക്കുക. അതിന് ശേഷം എനിക്ക് 70 ആക്കി. 70 സമയം n ആവും, എന്തും ആവാം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കുക, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക, അഥവാ സം ഓഫ് n terms of continuous natural numbers is equal to n into n plus 1/2. അപ്പോൾ മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് n into n plus 1/2. ഇതാണ് മറ്റൊരു സൂത്രവാക്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ സൂത്രവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ, മക്കളെ ശ്രദ്ധിക്കുക, 2 + 4 + 6 + എക്സെട്രാ പ്ലസ് 2n, അഥവാ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക, അഥവാ sum of continuous even numbers is equal to n into n plus 1. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ നോക്ക് നമുക്ക്. 1 + 3 + 5 + എക്സെട്രാ പ്ലസ് 2n - 1. ഇത് നമുക്ക് നോക്കുക. ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക, സം ഓഫ് കണ്ടിന്യൂസ് ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു n². ഇതിന്റെ ഓരോ എക്സാമ്പിൾ ഞാൻ ചെയ്തു തരാം. അതിന് ശേഷം ഞാൻ ഇതിന്റെ ഒരു ഹോംവർക്ക് തരാം, നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരാം, കമന്റിലൂടെ ചോദിച്ചു പറഞ്ഞാലും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിലേക്ക് കോള് വിളിച്ച് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഈ 5 സൂത്രവാക്യം. ഒന്ന്, n-ാം പദം nth ടേംസ് ഈക്വൽ ടു f + n - 1 × d. രണ്ടാമത്തത് സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുക, n/2 × 2f + n - 1 × d. പിന്നെ അതിന്റെ സബായിട്ട് 3 എന്നാണ് പറയുന്നത്, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക, സം ഓഫ് കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ ഈക്വൽ ടു n × n + 1/2. രണ്ടാമത്തെ സം ഓഫ് കണ്ടിന്യൂസ് ഈവൺ നമ്പർ ഈക്വൽ ടു, അഥവാ തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ തുക, സമം n × n + 1. മൂന്നാമത്തെ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക, അഥവാ സം ഓഫ് കണ്ടിന്യൂസ് ഓഡ് നമ്പർ ഈക്വൽ ടു n². ഈ 3 എണ്ണം. ഇങ്ങനത്തെ മൊത്തം 5 എണ്ണാണ്. ഇനി 5 എണ്ണത്തിന്റെയും പിന്നെ ഞാൻ പറഞ്ഞാണ് ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇന്നൊരു 2 സംഖ്യക്കുള്ളിൽ ഒരു ഡാഷ് ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കുക, വ്യത്യാസം എടുത്ത് 2 കൊണ്ട് ഹരിക്കുക. ഡാഷ് 2 ആണെങ്കിൽ വ്യത്യാസം കൊണ്ട് 3 ഹരിക്കുക. അതുപോലെ തന്നെ
ഡാഷ് 10 എന്നാണെങ്കിൽ 11 കൊണ്ട് ഹരിക്കുക. വ്യത്യാസം എടുത്ത് 11 കൊണ്ട് ഹരിക്കുക. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും ഓരോ എക്സാമ്പിൾ എഴുതാം കേട്ടോ. നമുക്ക് 7, 12, 17 etc. Find the 20th term. 20ാം പദം കാണുക. 1. ഇത് നമുക്ക് നോക്കുക. ആൻസർ എസ് ഈക്വൽ ടു 7 ആണ്. ഡി ഈക്വൽ ടു 12 മൈനസ് 7 സമം 5 ആണ്. 17 മൈനസ് 12 സമം 5 ആണ്. അപ്പൊ പൊതുവ്യത്യാസം ഡി 5 ആണ്. അഥവാ കോമൺ ഡിഫറൻസ് ഈസ് 5. ഫസ്റ്റ് ടേം ഈസ് 7. അതുപോലെ തന്നെ എൻ ഈക്വൽ ടു 20 ആണ്. 20 ആണ്. കാരണം 20ാം പദം. ഇത് നമുക്ക് സൂത്രവാക്യം എഴുതുക. എ എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ എ എത്രയാണ്? 20 അല്ല. എൻ 20 ആയതുകൊണ്ട് എ 20 സമം എഫ് 7 പ്ലസ് എൻ മൈനസ് 20 മൈനസ് 1 ഇൻറ്റു 5. അപ്പൊ എ 20 ഈക്വൽ ടു 7 പ്ലസ് 19 ഇൻറ്റു 5 സമം 7 പ്ലസ് 95 സമം 102. ഇപ്പൊ കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ്? വളരെ ഈസിയാണ്. ഇതിന് കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് സാധനം അടുത്ത 1-2 വീഡിയോയിൽ ഞാൻ നമുക്ക് പങ്കിട്ടെടുക്കാം. ഇപ്പൊ കൃത്യം മനസ്സിലായത് എൻ്റെ ഒരു ഉദാഹരണമായിട്ടൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഈ ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ്. ഇതിപ്പോ ഓക്കെ അല്ലേ? ഇതിപ്പോ കുട്ടികൾക്ക് ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വായിക്കാണ്. എന്താ പേര് കളഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇതാ സം ഓഫ് 20 ടേംസ്. 20 പദങ്ങളുടെ തുക കാണുക. ഇപ്പൊ മനസ്സിലായില്ലേ? 20 പദങ്ങളുടെ തുക, സം ഓഫ് n ടേംസ്. ഇത് നമുക്കറിയാം. ആൻസർ ചെയ്യുന്ന സമയത്ത് എഫ് ഈക്വൽ ടു 7, ഡി ഈക്വൽ ടു 5, n ഈക്വൽ ടു 20. ഓക്കെ, ഇനി നമുക്ക് നോക്കുക. എസ് എൻ ആണ്. സം ഓഫ് n ടേംസ് ആണ് വേണ്ടത്. എസ് എൻ എന്ന് പറഞ്ഞ സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുക. അപ്പോൾ നോക്കുക. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇത് ഈ വിലകൾ കൊടുക്കുക. n എന്ന് പറയുന്നത് 20 ആണ്. 20/2 ഇൻറ്റു 2 ഇൻറ്റു എഫ് 7 ആണ്. പ്ലസ് n മൈനസ് 1 n 20 മൈനസ് 1 സമം 19 ഇൻറ്റു ഡി ഈക്വൽ ടു 5. അപ്പൊ 10 20/2 ഈക്വൽ 10 ആണ്. 10 ഇൻറ്റു 14 പ്ലസ് 95. 95 14 കൂട്ടിയാൽ എത്രയാണ്? 109. 10 ഇൻറ്റു 109 ഈക്വൽ ടു 1090. എസ് 20 ഈക്വൽ ടു 1090. ഇപ്പൊ ഇത് കിട്ടിയ മനസ്സിലായി കുട്ടികളെ? ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത 3 ചോദ്യത്തിന്റെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്ക് നമുക്ക്. 1 പ്ലസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് 50 ഈക്വൽ ടു വാട്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് എക്സെട്രാ പ്ലസ് 50 ഈക്വൽ ടു വാട്ട്? പിന്നെ മൂന്നാമത്തെ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്രാ പ്ലസ് 49 ഈക്വൽ ടു വാട്ട്? അത് 50 എഴുതാൻ പാടില്ല. കാരണം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. 1 പ്ലസ് 3 പ്ലസ് 5 ഒക്കെ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് 50 എന്നുള്ള ഈവൺ നമ്പർ ആയതുകൊണ്ട് പറ്റൂല. ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ലാസ്റ്റ് ഒറ്റ സംഖ്യ വേണം. ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അവസാനം ഒറ്റ സംഖ്യ വേണം. തുടർച്ചയായ സംഖ്യ ആകുമ്പോൾ ഒറ്റ സംഖ്യ ആവാം, ഒറ്റ സംഖ്യ ആവാം. ഓക്കെ, ഇനി ഒന്നാമത്തെ ആൻസർ നോക്കുക. ഇതിന്റെ n ഇൻറ്റു n പ്ലസ് 1/2 എന്നാണ് സൂത്രവാക്യം. ഇത് 50 ആയതുകൊണ്ട് 1 മുതൽ 50 വരെ എത്ര സംഖ്യകളുണ്ട്? 50. അപ്പൊ n ഈക്വൽ ടു 50.
അപ്പൊ നമുക്ക് നോക്കുക 50 ഇൻറ്റു 50 പ്ലസ് 1/2 സമം 50 ഇൻറ്റു 51/2. ഈ രണ്ടും നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ 25 ആയി. ഇനി 51 ഇൻറ്റു 25 ഈക്വൽ ടു 5 25 2 10 5 7 2 1 ഈക്വൽ ടു 1275 ഉത്തരം. ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി ഇത് കിട്ടിയ എങ്ങനെയാണുള്ളത്. ഇത് നമുക്ക് അടുത്തൊന്ന് നോക്കുക എങ്ങനെയാണുള്ളത്. രണ്ടാമത്തെ ഒന്നാമത്തെ നോക്കിയാണല്ലോ, നിങ്ങൾ സൂം ചെയ്താണ് നോക്കണം കേട്ടോ. ഇനി അടുത്തൊന്ന് നോക്കുക. രണ്ടാമത്തെ ആൻസർ n ഇൻറ്റു n പ്ലസ് 1 ആണ്. അഥവാ 2 + 4 ഇതിൽ n ഈക്വൽ ടു എത്രയാ? n ഈക്വൽ ടു 50 അല്ല, പിന്നെയോ ഈവൺ നമ്പർ മാത്രം. 2 4 6 50 വരെ എണ്ണിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 50ന്റെ പകുതി ഒറ്റ സംഖ്യകളും പകുതി ഇരട്ട സംഖ്യകളുമാണ്. അപ്പൊ 50ന്റെ പകുതി 1 3 5 7 അല്ലെങ്കിൽ 3 5 7 ഇതെല്ലാം ഇരട്ട സംഖ്യകളാണ്. 1 3 5 7 ഒക്കെ ഒറ്റ സംഖ്യകൾ. ആ പകുതി ഒറ്റ സംഖ്യകളും പകുതി ഇരട്ട സംഖ്യകളുമാണ്. അപ്പൊ ഇതിൽ ആകെ 50ന്റെ പകുതി 25. n ഈക്വൽ ടു 25 ആണ്. അപ്പൊ 25 ഇൻറ്റു 25 പ്ലസ് 1 ഈക്വൽ ടു 25 ഇൻറ്റു 26. നോക്കിയ 25 ഇൻറ്റു 26 6 5 30 12 12 3 15 2 10 അതുപോലെ തന്നെ 2 4 5 650 650 ഉത്തരം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത്തെ എങ്ങനെ ചെയ്യാന്നുള്ളത്. മൂന്നാമത്തെ ഉത്തരം ഒന്നും വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയാൽ മനസ്സിലായി. ഇതിന്റെ ഹോംവർക്ക് ആയിട്ട് ബോർഡിൽ എഴുതരാൻ നിങ്ങൾ ചെയ്ത് കൊണ്ടുവരണം, ചെയ്ത് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പിൽ മെസ്സേജ് വിടാം, കമന്റ് ആയിട്ട് വിടാം, നേരിട്ട് വിളിക്കാം. ഓക്കെ, ഇത് മൂന്നാമത്തത്. ഇനി മൂന്നാമത്തെ നോക്കുക നമുക്ക്. n സ്ക്വയർ എന്നാണ് ആൻസർ. പക്ഷെ n എത്രയാണ്? 1 3 5 7 എക്സെട്ര 49 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? പകുതിയാ. 1 മുതൽ 50 വരെ എഴുതി കഴിഞ്ഞാൽ 25 ഇരട്ട സംഖ്യയും 25 ഒറ്റ സംഖ്യയും. പക്ഷെ 50 ഇരട്ട സംഖ്യ അല്ലേ? അപ്പൊ 1 മുതൽ 50 വരെ എഴുതിയിട്ട് പകുതി ഇരട്ട സംഖ്യയും പകുതി ഒറ്റ സംഖ്യ. അഥവാ 49 1 50. 50ന്റെ പകുതി എത്രയാണ്? 25. അപ്പൊ 25 ഒറ്റ സംഖ്യകളല്ലേ? അഥവാ 1 3 5 7 9 11 ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 49 വരെ 25 ഉണ്ടാവും. അപ്പൊ n സമം 25. അപ്പൊ n സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ ഈക്വൽ ടു 625. നമുക്ക് ഗുണിച്ചു നോക്കി 25 25 625. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. 4 ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങൾ വിശദമായിട്ട് നോക്കണം. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ 3 4 ക്ലിപ്പോട് കൂടി ചാപ്റ്റർ തീർക്കണം നമുക്ക്. എങ്കിലും നമുക്ക് ഈ 11 ചാപ്റ്ററും തീർക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഇതിന്റെ 2 3 4 ക്വസ്റ്റ്യൻ എക്സാമ്പിൾ തരാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. അറിയില്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾ അയച്ചു തരിക. ഓക്കെ, എന്നാ ശരി. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 7 13 എക്സെട്ര A30 അഥവാ 30-ാം പദം എന്നർത്ഥം. A30 is equal to what? ഓക്കെ, 30-ാം പദം A30 എന്ന് എഴുതാൻ കാരണം മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഇങ്ങനത്തെ തരുന്നത്. അല്ലെങ്കിൽ 30-ാം പദം എത്ര? 5 × 30th ടൈം എന്നൊക്കെ എഴുതിട്ട് അതിനേക്കാൾ സുഖം A30 എത്ര. ഇനി രണ്ടാമത്തത് 3 13 23 എക്സെട്ര just 20 equal to what? Sum of 20 terms. 20 പദങ്ങളുടെ തുക എത്ര? പദങ്ങളുടെ തുക നമുക്കറിയാം. SN equal to n/2 × 2f plus n - 1 × d ആണ് എന്നുള്ളത്. അപ്പൊ ഈ എസ് സ്ഥാനത്താക്കണം. ഇവിടെ n എത്രയാണ്? 20. എഫ് എത്രയാണ്? 3. ഡി എത്രയാണ്? 13. 3 ആയ 10. ആ വരെ ഇതിൽ കൊടുത്ത് ഞാൻ ആൻസർ കിട്ടി. ഇതെന്താണ്? AN ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ
1 + 2 + 3 + എക്സെട്ര + 40 = എത്ര? n × n + 1/2 എന്ന ഫോർമുല. നാലാമത്തെ ക്വസ്റ്റ്യൻ 2 + 4 + 6 + എക്സെട്ര + 20 = എത്ര? n = 10 ആണ് അവിടെ. ഇനി അഞ്ചാമത്തത് 1 + 3 + 5 + എക്സെട്ര + 21 അതെത്ര? എത്ര? 21 മുതൽ 21 എത്ര സംഖ്യ ഉണ്ട്? 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 11. കാരണം എന്താണ്? 21 22ന്റെ പകുതി 11. അപ്പോൾ 11² ഇതിൻ്റെ ആൻസർ 121. 11² 11² 121. ഇതിൻ്റെ ആൻസർ ആൾറെഡി കിട്ടി. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടും 20 വരെയല്ലേ? അപ്പൊ 20 2 മുതൽ 20 വരെ 10 സംഖ്യകളല്ലേ? 10 × 11 അഥവാ 110 ഇതിന്റെ ഉത്തരം. ഇതോ 10 40 × 41/2 20 × 42 20 42 എത്രയാണ്? 10 42 420. അപ്പൊ 420 ആകുമ്പോൾ 840 ഇതിന്റെ ഉത്തരം. ഇതിന്റെ ഉത്തരം 840. ഇതിന്റെ ഉത്തരം 10 110 20 110. ഇതിന്റെ ഉത്തരം 1 11 121 ഉത്തരം. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ കുട്ടികളെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അയച്ചു തരണം. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജിലൂടെ കിട്ടുന്നതായിരിക്കും. മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിർബന്ധമായി കണ്ടിരിക്കേണ്ടതായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ.